കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് മൃണാളിനി എല്ലാ കാര്യങ്ങളും സജ്ജമാക്കുകയാണ്. പിന്നീട് രചനയെ ഒന്ന് ഉപദേശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രചന നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം, ചിപ്പിമോടുള്ള സ്നേഹം പ്രകടിപ്പിക്കണം എന്നൊക്കെ. ഇത് കേട്ടതും രചന പറഞ്ഞു, 2 മക്കളെ പ്രസവിച്ച് വളർത്തി എന്നോടാണോ നീ പറയണേന്ന്? അതിനർത്ഥം 2 മക്കളുണ്ടെന്ന്. ചിപ്പിയെ കൂടാതെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്, ഒരു ആൺകുട്ടിയും കൂടെ ഉണ്ട്. അതപ്പോ ആരാ എന്താ ഏതാന്നൊന്നും ഇതിനു മുമ്പ് ഈ പറയുന്ന രചനയോ അല്ലെങ്കിൽ മഹേഷോ ആകാശോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. അതിനിപ്പോ മഹേഷിന്റെ കുട്ടിയാണോ ആകാശിന്റെ കുട്ടിയാണെന്ന് പോലും അറിയില്ല. പക്ഷെ ആ കുട്ടി എവിടെ എന്താന്ന് പോലും നമുക്ക് ഇതിനു മുമ്പ് ഒരു വിവരവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ആകാശം, രചന നീ എന്തൊക്കെയാ വിളിച്ചു പറയണെന്ന് ചോദിക്കാം. അല്ല പിന്നെ ഇതേ മൃണാളിനി പറഞ്ഞു കേട്ടോ, എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരേണ്ടെന്ന് അവളോട് പറഞ്ഞേരെ എന്ന് പറയാ. മൃണാളിനി പറഞ്ഞു, അല്ല രചന, അത് പിന്നെ ഞാന്, കാരണം രചന എങ്ങനെ കുട്ടിയോട് സ്നേഹം കാണിക്കുന്നോ അതനുസരിച്ചായിരിക്കും ആൾക്കാർക്ക് രചനയോടൊരു സിമ്പതിയൊക്കെ തോന്നേ. ചിപ്പിമോളെ സ്വന്തമായിട്ട് വേണ്ടേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ, അല്ലാതെ രചന തെറ്റിദ്ധരിച്ചെടുക്കണ്ടെന്ന് പറയണം. രചനയുടെ മനസ്സിന് മൃണാളിനെ ചേർത്ത് പിടിച്ച് മുറിയിലേക്ക് കയറിപ്പോകുന്ന ആകാശിന്റെ രൂപം ഉണ്ടായിരുന്നു. മൃണാളി തന്റെ ഭർത്താവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തന്റെ കാമുകനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു, ഒരു ചിന്ത മനസ്സിലുണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് രചന ഇങ്ങനെ അവളോട് പെരുമാറിയത്. ആ സമയം ആകാശം മൃണാളിനോട് പറഞ്ഞു, പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രചനയ്ക്ക് ഒന്നും കൂടെ അങ്ങോട്ട് കലിയിളങ്ങി. ഈ സമയം രചന എന്നിട്ട് ആകാശനോട് ചോദിച്ചു, അല്ല മഹേഷ് വരില്ലെന്ന് ചോദിക്കാം. അവൻ വരണമല്ലോ, അവനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്, അവന് വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം. അങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആകാശ് ആ കാഴ്ച കാണുന്നത്. ചിപ്പിമോളെയും കൂട്ടിക്കൊണ്ട് മഹേഷ് അങ്ങോട്ട് വരുന്നേ. പെട്ടെന്ന് തന്നെ ആകാശം മതി അവൻ വരുന്നുണ്ടെന്ന് പറയാണ്. അങ്ങനെ ചിപ്പിമോളുടെ കൈ പിടിച്ച് മഹേഷ് വന്നു കഴിയുമ്പത്തിന് ആകാശം പറഞ്ഞു, അവസാനം നിനക്ക് എന്റെ മുന്നിലേക്ക് വരേണ്ടതായിട്ട് വന്നില്ലേടെന്ന് ചോദിക്കുക. ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു, പിന്നെ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? നീ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അതിനുശേഷം പറഞ്ഞു, നിനക്ക് എന്തിനാ ഞാൻ വിളിപ്പിച്ചെന്നറിയാവോ? എനിക്ക് എന്റെ മോളെ വേണം, അതിനു വേണ്ടിയിട്ടാ. അല്ലെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ എല്ലാം സജ്ജീകരിച്ചു വെച്ചിരിക്കുന്ന, ഞങ്ങളൊരു ഇന്റർവ്യൂ അങ്ങ് നടത്താൻ പോവാ. ഞങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതായിരിക്കും നാളെ മീഡിയ മുഴുവൻ വാർത്തയാക്കണേ. ഇത് ലൈവ് ടെലികാസ്റ്റ് ആണ്, എല്ലാരും അറിയും സത്യങ്ങളൊക്കെ. ചിപ്പിമോൾ എന്റെ മോളാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയും. അത് വേണോ? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ CEO പദവിയും എല്ലാം നിനക്ക് നഷ്ടവും. പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് മോളെ തന്നിട്ട് നിനക്ക് പോകുന്ന നല്ലതെന്ന് പറയാം. അത് കേട്ടതും മഹേഷ്, നീ എന്താടാ പറഞ്ഞേ? നിന്റെ മോളാന്നോ ഇതോ? അതിനെന്താടാ തെളിവുള്ളതെന്ന് ചോദിക്കുക. തെളിവോ? DNA ടെസ്റ്റിന്റെ റിസൾട്ട് എന്തെങ്കിലും ഉണ്ടാന്ന് പറയണം. ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു, ആണോ, അന്ന് അത് കണ്ടിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ചിപ്പിമോളോട് പറഞ്ഞു, അതെ മോളൊരു കാര്യം ചെയ്യാം, മോള് പുറത്തിരിക്കുക, അതെ ഇപ്പൊ തന്നെ ഡാഡി അങ്ങോട്ടേക്ക് വരാന്ന് പറയണം. അങ്ങനെ ചിപ്പിമോളെ അപ്പുറത്തേക്ക് പറഞ്ഞു വിടുവാണ്. ഈ സമയം രചന പറഞ്ഞു, അവൾ എന്റെ ആകാശിന്റെ മോളാ, നിങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിട്ടല്ലേ, ഒരു കാരണവശാലും നിനക്ക് ഞാൻ വിട്ടു തരത്തില്ല മഹേഷ് എന്ന് പറയണേ. എന്നാരടി പറഞ്ഞേ? അത് കേട്ട രചന പറഞ്ഞു, കുഞ്ഞിന്റെ അമ്മ ഞാനാണ്, ഞാൻ പറയുന്നതാണ് അച്ഛൻ എന്ന് പറയാം. ഓ അങ്ങനെയാണോ? അതൊക്കെ മുമ്പ്, പക്ഷെ അതിനും മേലെ ഒരു സത്യമുണ്ടല്ലോ, ആ സത്യം എനിക്ക് അറിയാടിന്ന് പറയാം. നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട മഹേഷേ, എന്റെ കയ്യിൽ എന്റെ റിസൾട്ട് ഉണ്ടെന്ന് പറയാം. ഇത് കേട്ടപ്പം മഹേഷ്, എന്നാ കാണിക്ക്, നിന്റെ കയ്യിലുള്ള ആ റിസൾട്ടിന്റെ ബലം കാണിക്കും, ഞാൻ ഒന്ന് കാണട്ടെ എന്ന് പറയാണ്. ആകാശ് ഒരു നിമിഷം പതറി. പിന്നീട് ചോദിച്ചു, എന്താടാ നിനക്ക് പറയാനൊന്നും ഇല്ലേന്ന് ചോദിക്കാം. കാണിക്കടാ, റിസൾട്ട് ഇങ്ങോട്ട് കാണിക്കാൻ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എങ്കിലെന്നാ ഞാൻ കാണിച്ചു തരാം, റിസൾട്ട് ഞാൻ കാണിച്ചു തരണമെന്ന് ചോദിക്കണം. പിന്നീട് നേരെ ആകാശിന്റെ കഴുത്തിനോട് കുത്തിപ്പിടിക്കണം. സത്യം പറയടാ, ചിപ്പി ആരുടെ മോളാന്ന് ചോദിക്കുകയാണ്. ഒരു നിമിഷം രചന പതറി. മഹേഷ് എന്താ കാണിക്കണം നിൽക്കോ? ഒരക്ഷരം പോലും നീ മിണ്ടിപ്പോയക്കരുത്, മിണ്ടിപ്പോയ നിന്റെ കാരണം അടിച്ചാൽ പൊട്ടിക്കും. സത്യം പറയടാ, ചിപ്പി ആരുടെ മോളാണെന്ന് ചോദിക്കാം. അത് പിന്നെ പറഞ്ഞോ, അല്ലെന്നിട്ട് തല ഇപ്പൊ ഞാൻ തല്ലിപ്പൊട്ടിക്കുന്നു പറയാം. അത് പിന്നെ മഹേഷിന്റെ കുട്ടിയാന്ന് പറയണം. ആണല്ലോ, ഇനി ഇപ്പൊ നിനക്ക് എന്തെങ്കിലും വിശ്വാസക്കുറവുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് മഹേഷ് എന്ത് ചെയ്യണം, എടുത്തു വെച്ചിരുന്ന ആ DNA റിപ്പോർട്ട് അതങ്ങോട്ട് കാണിക്കണം. വായിച്ചു നോക്കടാ, ഇതിനകത്ത് ആരുടെയാന്ന് കുട്ടിയാന്ന്. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? നിനക്ക് മാത്രം ബുദ്ധിയുള്ളെന്നോ? എന്റെ കുട്ടിയാടാ, എന്റെ സ്വന്തം മോളാടാ ചിപ്പിമോള്. അതുകൊണ്ട് നീ ഇനിയിപ്പോ ഒരു തന്ത്രവും പ്രയോഗിച്ചോണ്ട് എന്റെ അടുത്ത് വരണ്ട. എനിക്കറിയായിരുന്നു നീ ഇത്ര തേർഡ് റേറ്റ് പണികളൊക്കെ കാണിക്കുന്ന. പക്ഷെ ഞാൻ ഒന്ന് പതറിപ്പോയി. പക്ഷേങ്കില് ആ സത്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിടാന്ന് പറയാ. നിന്റെ മനസ്സിൽ ഉദ്ദേശം എന്തായിരുന്നു? എന്നെ തളർത്തിയിട്ട് ചിപ്പിമോളെ സ്വന്തമാക്കാന്ന്. എടാ, എന്റെ സ്വന്തം ചോരയാടാ, അവളെ നിനക്ക് ഞാൻ വിട്ടു തരണല്ലേ.
എനിക്ക് കൊക്കിന് ജീവനുണ്ടെ വിട്ടുതരത്തില്ല. നീ സ്റ്റേറ്റ്മെന്റ് കൊടുക്കടാ, എവിടെയാന്ന് വെച്ചാൽ കൊടുക്ക്. ഞാൻ തെളിവുകളൊക്കെ സഹിതം ഞാൻ ഹാജരാകാം. പിന്നെ നീ കോടതി കൊണ്ട് കേസ് കൊടുക്ക്. കേസ് കൊടുത്തിട്ട് നീ വാദിക്ക്. വാദിച്ചു കഴിയുമ്പോൾ ഞാൻ കോടതി തെളിവ് കൊടുക്കാം. അതല്ലേ വേണ്ടത്. നാണമില്ലാത്തവൻ. എന്നിട്ട് എന്റെ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയാണ്. ആ സമയം രചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് നേരെ രചനയുടെ അടുത്തേക്ക് മഹേഷ് ചെല്ലുകയാണ്. നീ എന്താ പറഞ്ഞേ? ഇവന്റെ കുട്ടിയാന്ന്. എടി, നിനക്ക് അതുപോലും ഇതായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ? നീ ഒരു അമ്മയാണോ എന്ന് ചോദിക്കുവാണ്. സ്വന്തം കുഞ്ഞ് ആരുടെയാന്ന് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല നിനക്ക്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ചിപ്പിമോൾ എന്റെയാന്ന്. മനസ്സിലായെന്ന് പറയാ. ഇനി നിനക്ക് അമ്മയെന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ലായിരിക്കും. നീ വീട്ടിലേക്ക് വാ. അവിടെ ഒരാളുണ്ട്, ഇഷിത. പ്രസവിച്ചിട്ടിരുന്നോളൂ. പക്ഷെ സ്വന്തം കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുന്ന ഒരമ്മ. ചിപ്പിമോളെ എത്ര കാര്യമായിട്ടാ നോക്കുന്നറിയോ? നീ അവിടെ വന്ന് കണ്ടുപിടിക്കുക ഇഷിത എങ്ങനെയാ കുഞ്ഞിനെ നോക്കുന്നേന്ന്. ചുണയുണ്ട്, നീ അങ്ങോട്ട് വരാൻ പറയാണ്. അല്ലാതെ നീ ഇവിടെ നിൽക്കുവല്ല ചെയ്യണ്ടേന്ന് പറയാം. അത് കേട്ടതും രചനയ്ക്ക് മുഖത്ത് അടിയേറ്റ പോലെ തോന്നി. ഇപ്പം നിന്റെ കർണത്ത് ഞാൻ തല്ലുന്നില്ല. കാരണം നിന്റെ കർണത്ത് തല്ലിയിട്ടുണ്ടെങ്കിൽ എന്റെ അത് കൈ ഇതായിപ്പോ. എന്റെ കൈക്ക് തന്നെ നാണക്കേടാ നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ തല്ലുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയം ആകപ്പാടെ തകർന്നു പോയ രചനയ്ക്കാണ് ആകപ്പാടെ എന്ത് ചെയ്യണം നിർത്തില്ല. ആകാശ് പറഞ്ഞു അവന് വീണ്ടും ജയിച്ചെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രചന പറഞ്ഞു, ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്റെ മകനെയും കൂടെ എനിക്ക് നഷ്ടമാവും. ഒരു കാരണവശാലും അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം. എന്റെ മകനെ നഷ്ടപ്പെട്ട് പിന്നെ എനിക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാം. നീ എന്തിനാ രചന ഇത്ര ഇങ്ങനെ ആന്നേ? മകന്റെ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട, അവ സേഫ് അല്ലേന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് വിശ്വാസം പോരാ. ഇങ്ങനെ പോയാൽ മഹേഷ് മിക്കാറ് അവനെയും കൂടെ സ്വന്തമാക്കും. എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ മകനെ കാണാം, അവന്റെ അടുത്തേക്ക് പോണെന്ന് പറയാം. അപ്പൊ മകൻ എവിടെയാണെന്നോ എന്താണെന്നോ അറിയത്തില്ല. രചനയും ആകാശും കൂടെ മകനെ കാണാൻ പോകുന്നുണ്ട്. ഒരു പക്ഷെ അത് ആകാശിന്റെ കുട്ടിയാണോ എന്ന് അറിയത്തില്ല. അതിന്റെ DNA ടെസ്റ്റിന് റിപ്പോർട്ടാണോ ഇനിയിപ്പം കയ്യിലുള്ളതെന്നും അറിയത്തില്ല. പക്ഷേങ്കില് ഇതിനു മുമ്പ് ഇത്ര നാൾ ആ ഒരു കാര്യം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. ഒരു മകനും കൂടെ ഉണ്ടെന്നുള്ള സത്യം. ആ സമയം ചിപ്പിമോളെയും കൂട്ടിക്കൊണ്ട് മഹേഷ് വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെല്ലുന്ന സമയത്ത് ഇഷതി ചോദിച്ചു, അല്ല രണ്ടുപേരും കൂടെ ഇത് എവിടെ പോയതാന്ന് ചോദിക്കാം. അപ്പോഴേക്കും ചിപ്പിമോള് പറഞ്ഞു, ഞങ്ങളെ പുറത്ത് വരെ പോയതാന്ന് പറയണ. ചിപ്പിമോളെ എങ്ങോട്ടാ പോയെന്നുള്ള കാര്യം പറഞ്ഞില്ല. സത്യം പറ, എന്നെങ്ങോട്ടാന്ന് ചോദിക്കണേ. ഇത് കേട്ടതും ചിപ്പിമോള് പറഞ്ഞു, ഞങ്ങള് രചനാമ്മേൻ്റെ അടുത്ത് പോയതെന്ന് പറയണേ. രചനയുടെ അടുത്തോ? ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു, ആകാശൻ രചനയ്ക്ക് നല്ലൊരു സംശയമുണ്ട്. ആ സംശയം ഞാൻ അങ്ങോട്ട് തീർത്തു കൊടുത്തിട്ട് വരുവാന്ന് പറയണം. അത് കേട്ടപ്പം ഇഷജി പറഞ്ഞു, നല്ല കാര്യം. തീർത്തു കൊടുക്കണ സംശയങ്ങളൊക്കെ അപ്പപ്പോ തന്നെ തീർത്തു കൊടുക്കണം. അത് പിന്നീട് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അത് നമുക്ക് പിന്നെ ബാധ്യമായിട്ട് മാറുമെന്ന് പറയും. പിന്നീട് പതിവ് പോലെ തന്നെ ഇഷ്ട കുഞ്ഞിനെ ഒരിക്കൽ സ്കൂളിലൊക്കെ വിടുന്നുണ്ട്. ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് മഹേഷ് പറഞ്ഞു, നമുക്ക് ഒരു വണ്ടിക്ക് പോയാൽ പോരുന്നിക്ക. ഇഷിത ചോദിച്ചു, അതെന്താ? അല്ല ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയിക്കോളാന്ന് പറയണം. ഇഷിത പറഞ്ഞു, അതിനെന്താ കുഴപ്പം, പോവാന്ന് പറയണം. അങ്ങനെ അവർ പോവാണ്. ഈ സമയത്ത് സുമിത്ര വിനോദിനെ വിളിക്കുന്നുണ്ട്. വിനോദിനെ വിളിച്ചിട്ട് താങ്ക്സ് ഒക്കെ പറയണോ, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇത് കേട്ടതും വിനോദ് പറഞ്ഞു, അതെ താങ്ക്സ് മാത്രമല്ലോ, നമുക്കൊന്ന് നേരിട്ട് കാണണ്ടേന്ന് ചോദിക്കാം. അല്ല എന്താ? അല്ല ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസം അല്ലേ കണ്ടിട്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സുമിത്ര പറഞ്ഞു, ആയിക്കോട്ടെ അതിനെന്താ, നമുക്ക് കാണാതെ പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പ്രിയാമണി വന്നു. അല്ല ആരോടാ നീ സംസാരിച്ചെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? അത് കഴിഞ്ഞ ദിവസം ഇഷ്ടം പറഞ്ഞില്ലേ, വിനോദ്. ഓ, ഈ വിനോദ് വെറും ഫ്രണ്ടാണോ? കഴിഞ്ഞ ദിവസം തൊട്ട് നിന്നോട് ചോദിക്കുന്ന എന്തോ എനിക്ക് അത്ര ഇത് പന്തിയായിട്ട് തോന്നില്ലെന്ന് പറയാം. എൻ്റെ ഇളയമ്മേ, അത് വെറും ഒരു ഫ്രണ്ട് മാത്ര, അതിലപ്പുറം ഒന്നും ഇല്ലെന്ന് പറയാം. ഇനിയിപ്പൊ ചേർച്ചി അനിയത്തിയും കൂടെ എന്തെങ്കിലും നാടകം കളിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. എൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരു നാടകവും വിലപ്പോവില്ലെന്ന് പറയാണ്. ശരിയെന്ന് പറയണേ. ഈ സമയം ആകെപ്പാടെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സ്വപ്നവല്ലിയുടെ മനസ്സിൽ. കാരണം താൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇഷിതയോട് പറഞ്ഞേ. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അവളോട് സോറി പറയണ്ടായിരുന്നു. പക്ഷേങ്കിൽ മഞ്ജുമ എന്നിട്ട് പറഞ്ഞു, എന്തിനാ അമ്മ സോറി പറയണേ? അമ്മ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ അവളിപ്പൊ കണ്ടില്ലേ, ചിപ്പിമോളുടെ അമ്മയെന്നും പറഞ്ഞ് വലിയ ആള് കളിച്ച് നടക്കുമല്ലേ. ഇപ്പൊ ചിപ്പിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ 6 മാസം തൊട്ട് ഇത്രയും കാലം ചിപ്പിമോളെ വളർത്തി വലുതായിക്കൊണ്ടുവന്ന ആരാ? അമ്മയല്ലേ. എന്നിട്ട് ഇപ്പൊ ചിപ്പിമോൾക്ക് പോലും നല്ല മൈൻഡ് ഉണ്ടോ? അതുകൊണ്ട് അമ്മ ക്ഷമയൊന്നും പറയാൻ പോകണ്ടെന്ന് പറയണം. അമ്മ പറഞ്ഞാലും ഒരു തെറ്റുമില്ല. അതിനവൾക്ക് പ്രസവിക്കാനൊന്നും കഴിയില്ലോ. പിന്നെ പെറ്റമ്മയാണെന്ന് ചോദിച്ചു. അതിപ്പോ അവൾക്ക് അത്രമാത്രം ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയാം. എന്നാലും അതല്ലല്ലോ, മോൾക്ക് വേണ്ടി മാത്രല്ലേ മഹേഷും ഇഷിതയും തമ്മിൽ വിവാഹിതരായത്. അപ്പൊ പിന്നെ ഇഷിതനെ നമ്മൾ കുറ്റപ്പെടുന്നത് ശരിയല്ലോ. അത് മാത്രമല്ല, ഇഷിത വന്നതിന് ശേഷം ഒത്തിരി മാറ്റം ഉണ്ടായിട്ടുണ്ട് ചിപ്പിമോൾക്ക്. ചിപ്പിമോള് ഭയങ്കര സന്തോഷത്തിലല്ലേ. മഹേഷ് സന്തോഷത്തില്ല. ഇതിനു മുമ്പ് മഹേഷിനെ ഇത്ര സന്തോഷത്തോടെ കണ്ടിട്ടും ഇല്ലോ എന്ന് പറയണം. അത് കേട്ടതും മഞ്ജുമ പറഞ്ഞു, അത് പിന്നെ
അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കൊന്നും വേണ്ട. അമ്മേ ഇപ്പൊ ഇവിടെ നമ്മള് തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ല അമ്മ പോയി അവളുടെ മുന്നിൽ സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇച്ചിരി തലക്കനം കൂടത്തുള്ളൂ. പിന്നെ അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും അവൾ അനുസരിക്കത്തില്ല. അതുകൊണ്ട് അമ്മ ഇപ്പൊ ആ വഴിക്ക് ചിന്തിക്കുകയോ വേണ്ടെന്ന് പറയാണ്. പിന്നീട് പതിവ് പോലെ ഇഷിത ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക. ചെന്ന് കഴിഞ്ഞിട്ട് ആതിരയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആതിരയോട് ചോദിച്ചു, പോലീസ് കേസും കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുകയാണ്. കേസ് കൊടുത്തിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ അതിന്റെ അന്വേഷണം ഉണ്ടാവെന്ന് പറയണം. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, എന്റെ എന്ത് സപ്പോർട്ട് വേണേലും ഞാൻ ചെയ്തുതരാം, എന്ത് വേണേലും ഒന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആതിരനെ സമാധാനിപ്പിക്കുകയാണ്. ഒന്നുകൊണ്ടും പേടിക്കൊന്നും വേണ്ട, ഈ കേസുമായിട്ട് മുന്നോട്ട് തന്നെ പോണം എന്ന് പറയാം. അങ്ങനെ ആതിരയ്ക്ക് ഫുൾ സപ്പോർട്ടൊക്കെ കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.